ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. രവിയേട്ടാ, നിങ്ങളൊരു അച്ചാച്ചനാകാൻ പോകുന്നു, ഞാൻ അച്ഛമ്മയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അതേസമയം നമ്മുടെ സച്ചിൻ പറയുന്നുണ്ട്, രേവതിയും പറയുന്നുണ്ട്, ഞാൻ ഇളയച്ചനും നീ ഇളയമ്മയാവാൻ പോകുന്നു എന്നൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഇവനൊരു സന്തോഷമില്ലാത്ത, അച്ഛനാവാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമില്ലല്ലോ, ഇവനെന്ത് ഈ കുന്തം പുഴുങ്ങിയ മാതിരി നിൽക്കണമെന്നൊക്കെ ചോദിക്കുക നമ്മുടെ സച്ചിട്ടാ. രവി പറയുന്നുണ്ട്, സുധി നീ ശ്രുതിനെയും കുട്ടി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്ക്, എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാമെന്നൊക്കെ പറയാം. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഞാൻ പറഞ്ഞത് തന്നെയാണ്, എനിക്കറിഞ്ഞൂടെ, ഞാൻ പറഞ്ഞത് തന്നെ ഡോക്ടറും പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ആകെ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിനെയും കുട്ടി ഹോസ്പിറ്റലിൽ പോകാൻ നിർബന്ധിക്കുകയാണ് രവി. ശ്രുതി ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഒന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ഫുഡൊക്കെ വാരി കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതിക്ക് കിട്ടുക. അങ്ങനെ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി വേഗം പൂജാമുറിയിലേക്ക് പോയി പ്രാർത്ഥിക്കുകയാണ്. പൂജാമുറിയിൽ വെച്ച് ദൈവത്തോട് നന്ദി പറയാണ് ചന്ദ്രമതി. ദേവി, ഇവർ രണ്ടാമതായിട്ടാണ് കല്യാണം കഴിച്ചത്, എൻ്റെ ആഗ്രഹം നീ നടത്തി തന്നല്ലോ, ഈ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിനെ തരുന്നത് അവരാന്നൊക്കെ പറഞ്ഞിങ്ങനെ ദൈവത്തിനോട് നന്ദി പറയാണ്. പൂജാമുറിയിൽ നിന്ന് നമ്മുടെ ചന്ദ്രമതി ഇറങ്ങാണ്. ആ സമയത്ത് നമ്മുടെ രേവതിയൊക്കെ കുറിച്ച് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ദൈവത്തിനറിയാം ആർക്കൊക്കെ എന്തൊക്കെ എപ്പോൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സ് നന്നാവണം, എന്നാലേ ഇതുപോലുള്ള സന്തോഷങ്ങൾ നടക്കൂ. ചിലർക്കൊക്കെ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലുള്ള സന്തോഷം നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ നോക്കിയിട്ട് പോവാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട്. ശേഷം രേവതി വിഷമിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ശേഷം ശ്രുതിയും കൂടി ഹോസ്പിറ്റലിലേക്കാണെന്നും പറഞ്ഞിട്ട് നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ്. അവിടെ വെച്ച് ശ്രുതിൻ്റെ അടുത്ത് പറയാണ്, ഇതെങ്ങാനും കൺഫേം ആവുകയാണെങ്കിൽ നമുക്കിത് വേണ്ട, ഇപ്പോൾ വേണ്ട, 1 വർഷം കഴിഞ്ഞിട്ട് മതിയെന്നൊക്കെ പറയാം. അപ്പോൾ ശ്രുതി പറയാണ്, ഇത് കൺഫേം ആയിട്ട് പോലില്ല, അപ്പോഴേക്കും ഒരു അച്ഛനാവാൻ പോകുന്നതിൻ്റെ ഒരു റിയാക്ഷൻ ആണല്ലോ ശ്രുതി ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് മീരയും കൂട്ടി പോവാം, അതിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. ശ്രുതിക്കുന്നൊരു ജോബ് വേക്കൻസി ഉണ്ട് എന്നല്ലേ പറഞ്ഞത്, അതിന് പോയി അറ്റൻഡ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ പറഞ്ഞു വിടാണ്. അങ്ങനെ ശ്രുതി പോയതിന് ശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ മീരൻ്റെ അടുത്ത് പറയാണ്, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് കൺഫേം അല്ല എന്ന് പറയാം. അപ്പോൾ അതെന്തടി എന്നൊക്കെ മീര ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, എല്ലാവരും കൂടി എന്നോട് അച്ഛനെവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് എന്നോട് ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മായിമ്മ എന്നോട് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയാണ്. ഇപ്പോൾ ശ്രീകാന്തും വർഷയും വീട്ടിലില്ല, അവരുടെ അടുത്തേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ അമ്മായിമ്മ എൻ്റെ കാര്യം മറന്നോളും എന്ന് പറയാണ് ശ്രുതി. അതേസമയം ഇരിക്കപ്പുറത്തില്ലാണ്ട് ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രവിൻ്റെ അടുത്ത് പറയാണ്, വേഗം നിങ്ങളുടെ അമ്മയെ വിളിച്ച് പറയേ, നമ്മുടെ ശ്രുതി മോള് അമ്മയാവാൻ പോകുന്നത് അറിയിക്കാൻ പറയാണ്. നിങ്ങളുടെ അമ്മയല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞിനാണ് എല്ലാ സ്വത്തുക്കളും എഴുതി വെക്കാമെന്ന്, അത് വേഗം അമ്മയെ വിളിച്ച് പറയും, ആധാരം എഴുതി വെക്കാൻ പറയുമെന്നൊക്കെ പറയാണ് ചന്ദ്രമതി. ആ സമയത്ത് ഭാമ ഒരു സഞ്ചിയിൽ കുറേ മാങ്ങ ഒക്കെ ആയിട്ട് വരാണ്. രേവതിയുടെ അടുത്ത് ഈ മാങ്ങ അകത്ത് കൊണ്ടുപോയി വെക്കാൻ പറയാണ് ചന്ദ്രമതി. അപ്പോൾ ഈ ചന്ദ്രമതിൻ്റെ കയ്യിൽ നിന്ന് ഈ മാങ്ങ വീഴുന്നുണ്ട്. ശേഷം ശ്രുതിയും വരുന്നുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്രമതി അവരെ ഒന്നും പറയാൻ അനുവദിക്കണില്ല. പിന്നെ സന്തോഷം കൊണ്ട് ഇങ്ങനെ, മോള് നന്നായി ഭക്ഷണം കഴിക്കട്ടെ, അതൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞത്, നീ നന്നായി റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ ആക്കുക. എന്നിട്ട് രവി പറയുന്നുണ്ട്, നീ ആദ്യം അവരെ എന്താ പറഞ്ഞതെന്നൊന്ന് പറയാൻ വിടുന്നു. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഡോക്ടർ എന്താ പറഞ്ഞതെന്ന്, ഇനി എന്ത് കള്ളമാണ് പറയേണ്ടത് എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.